പിന്നെ ബാക്കി 2.5 ഗ്ലാസ്. കണക്ക് ശരിയല്ലേ? പക്ഷെ കണക്കിൽ മുന്നേ ഞാൻ ഭയങ്കര വീക്കാവും. ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. കാരണം ഓരോ ട്രിപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കായിരുന്നു ഞാൻ. ഒന്നും വിചാരിക്കല്ല. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇടാൻ പോകണം കേട്ടോ. നല്ലൊരു ചിക്കൻ മന്തി. ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ മന്തിയാണ്. അപ്പോൾ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ റെസിപ്പി ഇടടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മന്തിക്ക് തന്നെയായിട്ടൊരു വീഡിയോ എടുത്തിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ 1.5 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബിരിയാണിയുടെ പോലെ നോക്കിയിട്ട് കാര്യത്തിൽ ഓരോ പീസാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചിക്കൻ വെറുതെ തിന്നാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 കിലോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചിക്കൻ എടുത്തിട്ട് ഈ ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മസാല നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പിടിക്കും. മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചധികം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും ഉണ്ടാക്കി വയ്ക്കും ആവശ്യത്തിന്. പിന്നെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സുഖം. ഈ റൈസുകൾ ഉണ്ടാക്കാനായിട്ട് ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിന് മാത്രമല്ല കേട്ടോ, റൈസ് മാത്രമല്ല മറ്റേ ചിക്കൻ കറിക്കായാലും എന്തിനു വേണമെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. മീൻ പൊരിക്കാനാണെങ്കിലൊക്കെ. അപ്പോൾ അതുണ്ടാക്കി കുറച്ചധികം ഉണ്ടാക്കി ഞാൻ വയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അരച്ച് വെച്ചു. ഇനി നമുക്ക് മസാലയിൽ എന്തൊക്കെ ഇടണമെന്ന് നോക്കാം. മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് മാഗി ക്യൂബാണ് കേട്ടോ. ചിക്കൻ ക്യൂബില്ലേ, ഇപ്പോൾ ഇങ്ങനത്തെ മോഡലിലാണ് വരുന്നത്. പണ്ടൊരു ചെറിയൊരു പെട്ടിയിൽ 2 എണ്ണമായിട്ടൊക്കെ വരാറ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലുലുവിൽ പോയപ്പോൾ ഇങ്ങനത്തെയാണ് കിട്ടിയത്. ഒരു കുഞ്ഞൊരു പാക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മിഠായി പോലെ ഒരു കുറച്ചധികം ഇങ്ങനത്തെ ഒരു പാക്കറ്റുകൾ വരും. അതുകൊണ്ട് ഒരു ദിവസം ഇത് മിഠായിന്ന് വെച്ചിട്ട് വായിലിട്ടപ്പോൾ തുപ്പി കളഞ്ഞു. പെട്ടെന്ന് തെറ്റിദ്ധരിക്കും, കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ മിഠായിയുടെ പോലെയല്ലേ. പിന്നെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ചിക്കന് 3 മാഗി ക്യൂബാണ് കണക്ക്. ഇപ്പോൾ 2 കിലോ ചിക്കനുള്ള കാരണം 6 ചിക്കൻ ക്യൂബ് വേണം, മാഗി ക്യൂബ് വേണം. പക്ഷേ എൻ്റെ 5 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണത്തിന് വേണ്ടി പിന്നെ ഞാൻ വാങ്ങാനൊന്നും പോയില്ല. നിങ്ങൾ എടുക്കുമ്പോൾ 6 മാഗി ക്യൂബ്, 2 കിലോ ചിക്കന് 6 മാഗി ക്യൂബ് ഇടണം കേട്ടോ. പിന്നെ എപ്പോഴും ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ മന്തി മസാല തന്നെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും കടയിൽ നിന്ന്. ഞാൻ അത് ലുലുവിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ലൂസ് വാങ്ങിയതാണ്. അപ്പോൾ മന്തി മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ, ഞാൻ 2 കിലോൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ, 2 ടീസ്പൂൺ നല്ല എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 2 ടീസ്പൂൺ വിനാഗിരി. ഇപ്പോൾ വിനാഗിരി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതിയേ. സോറി, ഞാൻ ടീസ്പൂൺ എന്ന് പറഞ്ഞ് പോണതാണ് കേട്ടോ, ടീസ്പൂൺ അല്ലേ, ടേബിൾ സ്പൂണാണേ. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ. മന്തി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓയിൽ തന്നെ വേണം. വേറെ എന്ത് നമ്മൾ എടുത്താലും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കലക്കി നോക്കി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവെങ്ങാനും ഉണ്ടെങ്കിൽ ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളില്ലേ, കഴുകി വൃത്തിയാക്കി നമ്മളിങ്ങനെ കുത്തുകൾ ഓട്ടകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാലയിലേക്ക് അങ്ങ് നന്നായിട്ട് പരട്ടി വയ്ക്കുക. ഒരു 2 അവറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും. അപ്പോൾ നിങ്ങൾ മാഗി ക്യൂബ് കുറച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് ചേർക്കാനായിട്ട് മറക്കല്ല കേട്ടോ. പിന്നെ നന്നായിട്ട് മസാല ഇത്തിരി ലിക്വിഡ്, ഭയങ്കര ലിക്വിഡല്ല, പക്ഷെ നല്ല കട്ട് ആവാൻ പാടില്ല. അപ്പം അങ്ങനെ കട്ട എങ്ങാനും കുറവുണ്ടെങ്കിൽ, കട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിലൊക്കെ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് പുരട്ടിയൊക്കെ വെക്കുക. പിന്നെ ഞാൻ സാധാരണ ബിരിയാണി കട്ടാണ് ചെയ്തിട്ട് വാങ്ങിയത്. ശരിക്കും ഇങ്ങനെ മന്തി വെക്കുമ്പോൾ ഒരു ചിക്കൻ 2 കഷ്ണമാക്കി പകുതിയായിട്ട് മുറിച്ചിട്ടാണ് വാങ്ങുക. പക്ഷെ ഞാനിങ്ങനെ ഞങ്ങൾക്ക് തിന്നാൻ ഇതാണ് സുഖം, അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയെന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ പുരട്ടി വെക്കുന്നതിനേക്കാളും മുന്നേ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചു കേട്ടോ. നിങ്ങൾ ചിക്കൻ മിക്സ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ മസാല ഉണ്ടാക്കുമല്ലോ പുരട്ടാനായിട്ട്, ആ മസാലയിൽ ഒരു 2 ടേബിൾ സ്പൂൺ മസാല ഒന്ന് മാറ്റി വെക്കണം. കാരണം നമ്മളിത് ചിക്കൻ ആദ്യം കയറ്റി അതിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് പോണത്.
അപ്പോൾ ആവി കയറ്റി കഴിഞ്ഞതിന് ശേഷം ആ ചിക്കനിൽ ഈ മസാല ഒന്നും കൂടി പരത്തിയിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ 1.5 മണിക്കൂറായിട്ട് ഇപ്പോൾ ഞാൻ 12:30 വെച്ചത്. സമയം 2:10 ഒരു ഏകദേശം 1 മണിക്കൂറിന് മേലെ 1.5 മണിക്കൂറിന് മേലെ ആയിട്ട് കേട്ടോ. 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. 3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കേട്ടോ. അതിപ്പോൾ 1.5 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണികൾ തുടങ്ങാം. കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം വേണേ. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ നമുക്ക് ഇഡ്ഡലി പാത്രം ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പാത്രമില്ലേ, ഓട്ടോട്ടേക്ക് ഇഡ്ഡലി പാത്രം, അത് വേണം. നമുക്ക് ഇതിൽ നമ്മുടെ ചിക്കനൊക്കെ വെച്ച് ഒരു 80 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിക്കണം. അപ്പം അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലി പാത്രത്തിൽ ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ആവിയിൽ വേവിക്കാൻ. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇറങ്ങും. ആ സ്റ്റോക്കിലാണ് നമ്മൾ അരി വേവിക്കുക. അപ്പം അങ്ങനെ അരി വേവിക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ അരി വേവിക്കുമ്പോൾ ആ അരിയിലുണ്ടല്ലോ നമ്മുടെ മന്തി റൈസിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു അരിക്കൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്, കഴിക്കാൻ നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു, എൻ്റെ ഫ്രണ്ട് റിജി കുറച്ച് നാളെ ചോദിക്കുന്നുണ്ട് നീ മന്തിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞു താല്ലേ, ഇങ്ങനെ ഒരു വീഡിയോ ഇട്. അപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു അവസരം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവസരം വന്നെത്തി. അപ്പോൾ അത് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു റിജി. അപ്പോൾ അവളാണ് എന്നോട് ചോദിച്ചത്, ക്രിസ്മസിന് വേണ്ടി ചോദിച്ചതാണ്. അതെ ക്രിസ്മസിന് വേണ്ടി ചോദിച്ചതാണ്. ഇനി എപ്പോഴെങ്കിലും പ്രത്യേക അവസരങ്ങളിൽ ഉണ്ടാക്കണമെങ്കിൽ അവൾക്ക് മന്തി ഉണ്ടാക്കാമല്ലോ. നല്ലൊരു ഞാൻ എന്നെ പൊക്കി പറയല്ല, പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പേഴ്സണലി ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ ചെറിയൊരു രുചിയൊക്കെ നമുക്ക് വരും. ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് യൂട്യൂബ് ചാനലിൽ. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് വർക്കൗട്ടായി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഇതിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ടത് ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. അയ്യോ സോറി, ഞാൻ മറന്നുപോയി. നമ്മുടെ റിജി മാത്രമല്ല കേട്ടോ, നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, പേര് ജാൻസി എന്നു പറഞ്ഞു. ജാൻസി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു മന്തിയുടെ റെസിപ്പിയൊക്കെ ഒന്ന് ഇടുമെന്ന്. അപ്പോൾ ജാൻസി ചേച്ചിക്കും റിജിക്കും പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് ഇന്നത്തെ മന്തി ഞാൻ സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് എടുക്കുക. ഇഡ്ഡലി ചെമ്പിലേക്ക് നമ്മൾ പറഞ്ഞ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പം ഇപ്പോൾ ചിലവരുടെ ഇഡ്ഡലി ചെമ്പിൽ നല്ല ഇറങ്ങിയിട്ടിരിക്കുന്ന പാത്രമാണെങ്കിൽ 2-3 പാത്രത്തിൽ വെക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ നല്ല ഫ്ലേവറുള്ള അരി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ്. പിന്നെ നമ്മൾ വെള്ളം വെക്കപ്പോഴേ ഞാനിപ്പോൾ 1.5 കിലോ അരിയാണ് എടുക്കണേ. അപ്പോൾ 1.5 കിലോ അരിക്ക് ഓരോ ഗ്ലാസ്സിനും 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവാണ്. അപ്പോൾ നമുക്ക് എല്ലാതും കൂടി കണക്കാക്കുമ്പോൾ ഒരു 10.5 ഗ്ലാസ് വെള്ളം വേണം. ഈ 10.5 ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ് നമ്മൾ ഈ ടൊമാറ്റോ അരച്ചൊഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ 8.5 ഗ്ലാസ് വെള്ളവും പിന്നെ ബാക്കി 2.5 ഗ്ലാസ്, കണക്ക് ശരിയല്ലേ? കണക്കിൽ മുന്നേ ഞാൻ ഭയങ്കര വീക്കാവും. 10.5 ഗ്ലാസ് ടോട്ടൽ വെള്ളം നിങ്ങൾ കണക്കാക്കിയിട്ട് ഞാനിങ്ങനെ എനിക്ക് എണ്ണണം. എൻ്റെ കണക്ക് ശരിയായിരുന്നു. 8.5 ഗ്ലാസ് വെള്ളവും ബാക്കി 2 ഗ്ലാസ് നമ്മൾ എന്ത് ചെയ്യണം, ടൊമാറ്റോ പ്യൂരി അരച്ച് പ്യൂറായിട്ട് വെള്ളം ചേർക്കാണ്ട് ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ച് എടുക്കുന്ന ആ ഒരു ഇതില്ലേ ജ്യൂസ്, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഇനി മന്തി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒഴിച്ചുണ്ടാക്കാത്തവർ ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കിയിട്ട് ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ഒരു ഫ്ലേവർ വരും. അപ്പം നമ്മളിപ്പോൾ 2 കിലോനാണെങ്കിൽ നമുക്ക് സുഖമുണ്ട്. 12 ഗ്ലാസ് വെള്ളം കണക്കാക്കാൻ സുഖമുണ്ട്. 12 ഗ്ലാസ് മൊത്തം വെള്ളം. അപ്പം അതിൽ 10 ഗ്ലാസ് നമ്മുടെ ഈ ചിക്കൻ്റെ സ്റ്റോക്കും 2 ഗ്ലാസ് ടൊമാറ്റോ പ്യൂരിയും കൂടി അരച്ചത്, അതായത് ടൊമാറ്റോ അരച്ചൊഴിച്ച് ആ ഒരു ഇതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ അരക്കണക്ക് വരുമ്പോഴാണ് പ്രശ്നം. 1.5 ആയതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നം. സാധാരണ ഞാൻ ചില 2 കിലോ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് 1.5 എടുത്തിട്ടുള്ളൂ. എന്തായാലും ക്ലിയർ ആയില്ലേ? 8.5 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്കും 2 ഗ്ലാസ് നമ്മുടെ ടൊമാറ്റോ പ്യൂരിയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ആവി കയറ്റാനൊക്കെ ആയിട്ട് വെക്കുക. ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു സൈഡ് 20 മിനിറ്റ്, മറ്റേ സൈഡ് 20 മിനിറ്റ്, അതാണ് കണക്ക്. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ആവി കയറ്റിയാലാണ് ശരിക്കും നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ വെള്ളം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച കടയിലേക്ക് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങണ വെള്ളം കൂടി വരും. അപ്പോൾ ഈ മസാലയിലും ഒക്കെ ആയിട്ടുള്ള വെള്ളമാണ് വരിക. അപ്പോൾ അതാണ് നമ്മുടെ അരിക്ക് നല്ല ഫ്ലേവർ കൊടുക്കണേ. ശരിക്കും എനിക്ക് ബിരിയാണി ഉണ്ടാക്കണേക്കാളും കൂടുതൽ എളുപ്പം തോന്നിയത് മന്തി ഉണ്ടാക്കാനാണ്. ഇത്തിരി
ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സ് ഈ ആവി കയറ്റിയെടുക്കുക, ആവിയിൽ വേവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ഓയിൽ, സൺഫ്ലവർ ഓയിൽ നമ്മൾ ഈ ചിക്കൻ കഷ്ണങ്ങൾ ആദ്യം ഒത്തിരി ഫ്ലെയിം കൂട്ടണം. പിന്നെ നന്നായിട്ട് ചൂടാവാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്ക് അതിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അവിടെ കിടന്ന് ആവി കയറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് സവാള വേണം. 1 കിലോന് 3 സവാളയാണ് കണക്ക്. അപ്പം നമ്മളിത് 6 സവാള ഞാൻ എടുത്തിട്ടുണ്ടേ. 2 കിലോ ചിക്കനാണല്ലോ, അപ്പോൾ 1 കിലോന് 3 സവാള ആണെങ്കിൽ 2 കിലോന് 6 സവാള അത് അരിഞ്ഞെടുക്കണം. ഞാനിങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പണികൾ നടക്കുമ്പോൾ തന്നെ അനിയത്തി കൊച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചിയെ കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുക ചേച്ചി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഈ സവാളയുടെ ഒരു തുമ്പ് എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചിട്ട് കത്തിരി തുമ്പത്ത് വെച്ചുകൊണ്ടിരുന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ സവാള അരിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ണീരൊക്കെ ഒഴുക്കി. അപ്പോൾ ഞാൻ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്ക് എടുത്ത് ഞാൻ മാറ്റി വെച്ചോട്ടാ, കാരണം എല്ലാതും കൂടി പൊന്തിച്ച് കഴിഞ്ഞാൽ നിലത്ത് വീണെങ്കിലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് കുറച്ച് സ്റ്റോക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ബാക്കി കുറച്ച് സ്റ്റോക്കാണിത്. അപ്പോൾ ഇത്രയും നല്ല റെഡ് കളറിൽ വരും നമ്മുടെ ചിക്കൻ സ്റ്റോക്ക്. ഇതാണ് ആവി കയറിയപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ. ഇനി ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ, കുറച്ച് മസാല മാറ്റി വെച്ചിട്ടില്ലേ, അതൊക്കെ ഒന്ന് തേച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാലയൊക്കെ ചേർക്കുക. കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആവി കയറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഇടുക, അത് പൊടിഞ്ഞു പോകാണ്ട് നോക്കണേ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് കുറച്ചൊരു 10 മിനിറ്റ് നേരം ഒന്ന് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ കഴുകാനായിട്ട് ഇടാം. അപ്പം അതിന് വേണ്ടി ഇതേ 1.5 കിലോ അരി ഞാൻ അളന്നെടുക്കുകയാണ്. കാര്യം ഇത് 1.5 കിലോനെ വാങ്ങിയത്, പക്ഷേ എന്നാലും ഞാൻ ഗ്ലാസ് കണക്ക് വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ ഇങ്ങനെ അളന്ന് ഇടണമെന്ന് മാത്രം. അങ്ങനെ 1.5 കിലോ അരി നല്ല രീതിയിൽ കഴുകി കുറച്ച് നേരം, ഒരു 20 മിനിറ്റ് നേരമെങ്കിലും നമ്മളൊന്ന് കുതിരാൻ വെക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന അരി സെല്ല ബസുമതി റൈസാണ്. മന്തി റൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അരി കുതിർന്ന് വരുമ്പോഴത്തേക്കും അരി വേവിക്കുന്നേക്കാളും മുന്നേ നമുക്ക് കുറച്ച് വഴറ്റാൻ വെക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കണം. അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 സവാള എടുത്തു. പിന്നെ 1 കിലോന് 1 ക്യാപ്സിക്കം. അപ്പോൾ 2 കിലോ ചിക്കന് 2 ക്യാപ്സിക്കം, അതാണ് കണക്ക്. അപ്പോൾ അത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. സവാളയും ക്യാപ്സിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മാത്രം മതി കേട്ടോ നമുക്ക് റൈസിലേക്ക്. വേറെ കാര്യമായിട്ട് വേറെ ഒന്നും നമ്മളിങ്ങനെ ഒന്നും വേണ്ട. അരി വയ്ക്കാനായിട്ടുള്ള പാത്രം വയ്ക്കുക. ഇതൊരു 12 കിലോൻ്റെ ഒരു നോൾട്ടേരെ കുറേ നാൾ മുന്നേ വാങ്ങിയ ബിരിയാണി ചെമ്പാണ് ഇട്ടത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കുനുകുനായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ. അതവിടെ ഇരുന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട ചിക്കൻ പീസുകളില്ലേ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടി നമ്മൾ പാൻ വയ്ക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ കഷ്ണങ്ങൾ അത് പിന്നെ കുറേ നേരം തൊട്ടിട്ടൊന്നും നമ്മളിങ്ങനെ വറക്കൊന്നും ഭയങ്കര ഓവറായിട്ട് വറവാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടും കിട്ടണം, അത്രേ വേണ്ടൂ. സവാള ഒരു പകുതി വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വലിയ പീസ് പട്ടയും ഒരു 5-6 ഏലക്കായ, ഒരു 6-8 ഗ്രാമ്പു ഇതൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മറ്റേ ക്യാപ്സിക്കില്ലേ പച്ച അതും ചേർക്കാൻ. ഇറച്ചിക്ക് മസാലയ്ക്ക് വരട്ടണോണം നല്ല ബ്രൗൺ കളറൊന്നും ആവുന്നു വേണ്ട, പക്ഷെ എന്നാലും ഒരു അത്യാവശ്യ രീതിയിലൊന്ന് വഴന്ന് വന്നാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ അത്രയും നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. പച്ചമുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ മന്തിക്ക് ഇങ്ങനെ ദമ്മടിക്കുമ്പോൾ കുത്തി വെച്ച് കൊടുക്കണതാണ്. ഞാൻ പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടുവെന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് ജീരകം, വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകയില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതലായി അതിൻ്റെ ഒരു കുത്തടിക്കും. നമ്മുടെ പച്ചമുളകിൻ്റെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ളവർക്ക് കേട്ടോ. വലിയവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വഴറ്റാനായിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാപ്സിക്കം, കുറച്ച് ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതൊക്കെയാണ് നമ്മൾ ഇട്ടത് കേട്ടോ. അങ്ങനെ സവാളയും നമ്മുടെ ക്യാപ്സിക്കും അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ്റെ സ്റ്റോക്ക്, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തന്നെ കേട്ടോ. നമുക്ക് 8.5 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്കും 2 ഗ്ലാസ് ടൊമാറ്റോ പ്യൂരിയും അതാണ് വേണ്ടത്. അതാണ് നമ്മുടെ കണക്ക്. നമ്മൾ എടുക്കണ ചിക്കൻ്റെയും അരിയുടെയും അനുസരിച്ചുള്ള കണക്കാണേ.
ഈ സമയത്ത് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇവിടെയും കട്ട പിടിച്ചിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പ് ഈ സമയത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. മന്തി മസാല മസ്റ്റായിട്ടും ചേർത്ത് കൊടുത്തേക്കണേ. ഉപ്പിൻ്റെ അളവ് ഇപ്പോൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ അരിയിൽ പിടിക്കാൻ ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം വേണം അരി ഇടാൻ. അപ്പോൾ ഇപ്പോഴൊക്കെ ഫുൾ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ ഓണാക്കി വെക്കാണ്ട്. ഫുൾ ഫ്ലെയിമിൽ വേണേ, മീഡിയത്തിലോ ലോയിലോ ഒന്നും ആക്കല്ലേ. അതുകൊണ്ട് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം, വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് അരി നന്നായിട്ട് തന്നെ തിളയ്ക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് സിമ്മിലാക്കിയിട്ട് മൂടി വയ്ക്കുക. മൂടി വെച്ച് അതിൻ്റെ അടിയിലുള്ള പാത്രത്തിൻ്റെ അടിയിലുള്ള വെള്ളം വറ്റണ വരെ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് അടിയിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വയ്ക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മന്തി കറക്റ്റായിട്ട് വെന്ത് റെഡിയാവും. അങ്ങനെ ഞാൻ വേവിച്ചെടുത്ത് കിട്ടിയപ്പോൾ ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴേ തന്നെ നല്ല മണം വരും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം എൻ്റെ ഇങ്ങനെ ബിരിയാണി കട്ട ആയതുകൊണ്ടാണ് ഉണ്ടാ ഇത്ര അധികം. അല്ലെങ്കിൽ 1-2 കഷ്ണം മാത്രം ഉണ്ടാവുള്ളൂ. ഒരു ചിക്കൻ്റെ പകുതി അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പിള്ളേർക്ക് ഇതിനാൻ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വറുത്ത ഓയിലില്ലേ, അത് നമ്മുടെ ചിക്കൻ കഷ്ണത്തിൻ്റെ മേലെ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. നമ്മുടെ റൈസ് അടി പിടിക്കാണ്ടിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളക് നടുവൊന്നും കീറാതെ വെറുതെ ഫുള്ളായിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഇടേണ്ടത് നമ്മളിങ്ങനെ ഒരു ചാർക്കോൾ കത്തിച്ച് വെക്കണതാണ്. എനിക്ക് ചാർക്കോളൊന്നും ഞാൻ അങ്ങനെ വാങ്ങി വെക്കാറില്ല. അതുകൊണ്ട് നമ്മുടെ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനൽ ഒരു കുഞ്ഞൊരു കോപ്പയിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പുക വരും. ആ ഒരു സ്മോക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് മന്തിയുടെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അങ്ങനെ ചെറുതീയിൽ ഒരു 15 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മന്തി ഇതേ ഇങ്ങനെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പം എൻ്റെ ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു. നമ്മുടെ റൈസിന് നല്ല ഫ്ലേവറായിരുന്നു. ഗസ്റ്റുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ചേട്ടനും പിള്ളേരൊക്കെ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. മന്തി റെഡി ആയിപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി മാറ്റി വെച്ചിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ആദ്യം മന്തി റൈസ് ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെച്ച് റെഡിയാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ ഭംഗിയിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ വന്നവരുടെ വയറ് നിറഞ്ഞ് നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് നിറയും. പിന്നെ നമുക്കത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ്. നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിനൊരു നല്ല അഭിപ്രായം കേൾക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണമെന്നാണ് ബൈബിളിൽ പറയണത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ഈവൻ ഹോട്ടലിലായിക്കോട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും നല്ല ഫുഡായിരുന്നു കേട്ടോ എന്ന് പറയും. അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്നൊരു ചിരിയുണ്ട്. അത് എത്രയോ അവരുടെ മനസ്സിൽ എത്രയോ സന്തോഷമാണെന്ന് അറിയോ. അത്രയും കഷ്ടപ്പെട്ട് അവരൊരു കാര്യം ചെയ്യുന്നതിന് ഒരു റിസൾട്ട് നമ്മളൊരു കൊടുക്കണം, നമ്മളൊരു അഭിനന്ദനം കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു വേറൊരു ഫീലാണ്. വീട്ടിൽ ആൻ്റപ്പനെ വെച്ചിട്ട് അന്നമ്മയും ചേട്ടനും എൻ്റെ ശരിക്കുള്ള ക്രിട്ടിസൈസേഴ്സാണ്. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. അപ്പോഴത്തേക്കും മന്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ചേട്ടനുണ്ട് കുറേ കളർ കോഴിക്കുട്ടികളെയും കൊണ്ടുവന്നേക്കുന്നത്. 5 കോഴിക്കുട്ടികൾക്ക് 100 രൂപ എന്ന് പറഞ്ഞ ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമില്ല. ഇവർക്ക് വളർത്തുമ്പോൾ ഭയങ്കര പൊട്ട മണം വരും, പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് വളർത്താൻ ഇഷ്ടമില്ല. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നമ്മ ഇപ്പോഴും വളർത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഈ കോഴിക്കുട്ടികൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഭയങ്കര ഐസാണ്. അപ്പോൾ ചേട്ടൻ വിചാരിച്ചത് 2 ദിവസം കഴിഞ്ഞ് ഇവരിങ്ങനെ ചത്തുപോലെ സസ്റ്റെയിൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്തോ പറയാൻ, ഈ കോഴിക്കുട്ടികൾ നല്ല ഉഷാറായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. കോഴികളെ കാണാൻ ഇഷ്ടമാണ്, കോഴികളിടുന്ന മുട്ട ഇഷ്ടമാണ്, കോഴീനെ വെട്ടിക്കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ വളർത്താൻ മാത്രമേ എനിക്കിഷ്ടമില്ല കേട്ടോ. അത് വളർത്താൻ ഭയങ്കര മെനക്കട. നാട്ടിൽ പോകാനൊന്നും പറ്റില്ല. അന്നമോട് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ ഇതിനെ വേറെ ആർക്കെങ്കിലും വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മന്തിയൊക്കെ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം, ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.